Hi students, welcome all. Today we are going to continue our activities. In the last class, we have studied refrains, consonants, idioms, and there was an activity for you. Have you done that? Okay, let us discuss that. Last class we തന്ന ആക്ടിവിറ്റി എന്തായിരുന്നു? ഇഡിയംസ് ഒരു 8 ഇഡിയംസ് തന്നിരുന്നു. അതിൻ്റെ അർത്ഥം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? എല്ലാവരും ചെയ്തല്ലോ അല്ലേ? ലെറ്റ് us ഡിസ്കസ് ദാറ്റ്. നമുക്ക് അതിൻ്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അർത്ഥം കിട്ടാത്തവർ ഇത് ബേസ് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ആൻഡ് കോൺസ് എന്തായിരിക്കും? പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾ കേട്ട വേർഡ്സ് ആണ്, കേട്ട ഇഡിയമാണ് പ്രോസ് ആൻഡ് കോൺസ് അല്ലേ? എന്തായിരിക്കും അതിന് അർത്ഥം വരുന്നത്? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ക്ലിയർ? ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് മീൻസ് ഗുണങ്ങൾ, ഡിസ്അഡ്വാൻറ്റേജ് ദോഷം. പ്രോസ് ആൻഡ് കോൺസ് ഗുണങ്ങളും ദോഷങ്ങളും. ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഇനി ഇത് ബേസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ബെഡ് ആൻഡ് റോസസ്. ബെഡ് ആൻഡ് റോസസ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് കംഫർട്ടബിൾ ആൻഡ് ഈസി. വളരെ സിമ്പിളായതും അതേപോലെ നമുക്കൊരു കംഫർട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനാണ് എന്താ പറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെയാണ് എന്താ പറയുക ബെഡ് ആൻഡ് റോസസ്. അത് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ഹെർക്കുലിയൻ ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക് എന്തായിരിക്കും അർത്ഥം? വെരി ഹാർഡ് ടു പെർഫോം, അതായത് നല്ല പ്രയാസപ്പെട്ടൊരു കാര്യം, അതിനാണ് ഹെർക്കുലിയൻ ടാസ്ക്. ഇറ്റ് വാസ് ആൻ ഹെർക്കുലിയൻ ടാസ്ക്. ആ കാര്യം എന്തായിരുന്നു? ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു ടാസ്ക് ആയിരുന്നു, ഹെർക്കുലിയൻ ടാസ്ക്. ഓക്കെ, make your own sentence. And fourth one, blue blood. Blue blood means a person of noble birth. ഒരു നോബിൾ ബർത്ത്, അതായത് ഒരു മഹത്തമായ രീതിയിൽ ജന്മം കൊണ്ടുപോയ രാജാക്കന്മാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ നോബിൾ ബർത്ത് ആണ് ബ്ലൂ ബ്ലഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ക്രോക്കഡൈൽ ടിയേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുതലക്കണ്ണീർ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിരിക്കും അർത്ഥം? എക്സ്പ്രസിങ് ഇൻസിൻസിയർ സോറോ. സിൻസിയർ അല്ലാത്ത അല്ലെങ്കിൽ കള്ളത്തരമായ ഒരു സങ്കടം കാണിക്കലാണ് എന്ത് പറയുക, ആ ഇഡിയമാണ് എന്ത്? ക്രോക്കഡൈൽ ടിയേഴ്സ്. ക്ലിയർ ആണോ? ദെൻ സിക്സ്ത് വൺ 11th hour. 11ാമത്തെ മണിക്കൂർ. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്, അവസാന നിമിഷം എന്നൊക്കെ പറയില്ലേ, അതാണ് 11th hour. ദെൻ സെവൻത്ത് വൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദാറ്റ് മീൻസ് ക്ലിയർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ക്ലിയർ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഡിയം എന്താണ് മീൻ ചെയ്യുന്നത്? ക്ലിയർ, വ്യക്തമായ കാര്യം, ക്ലിയർ. ഓക്കെ, എയ്റ്റ്സ് വൺ റെഡ് ടേപ്പ്. നിങ്ങൾ റെഡ് ടേപ്പിസം കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഒരു ഫയലൊക്കെ, ഒരു ഓഫീസിലൊക്കെ ഫയലൊക്കെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് തരുമ്പോൾ അതിന് തടസ്സം വരിക, അല്ലെങ്കിൽ റെഡ് ടേപ്പിസം എന്ന് പറയും. അതിനർത്ഥം എന്താണ്? റെഡ് ടേപ്പ് മീൻസ് റൂൾ പ്രിവെൻറ്റിങ് ആക്ഷൻ. എന്തെങ്കിലും ഒരു കാര്യങ്ങളെ തടയുന്ന നിയമങ്ങളാണ് എന്ത്? റെഡ് ടേപ്പ്. ഓക്കെ, ദീസ് ആർ ദ ഇഡിയംസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വർക്ക് തന്നതായിരുന്നു. ഇതിൻ്റെ അർത്ഥം കിട്ടാത്തവർ ഈ അർത്ഥങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 2. ലെറ്റ് മീ റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ഇത് ഏത് ചാപ്റ്ററിലായിരുന്നു? ദ റൈസ്. റൈസിലെ ഒരു സെൻറ്റൻസ് ആണെന്ത്? ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളൊക്കെ ഉണ്ട്. സെക്കൻഡ് വൺ, എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. ട്രെയിനിങ് സ്കൂൾ ഭയങ്കര എക്സ്പെൻസീവ്, ഭയങ്കര പണം ചെലവാക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ? ഏതെന്ന്? തരുൺ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ദ റൈസിൽ. തേർഡ് വൺ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദേർ. നിന്റെ ഏജിലുള്ള ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, ടിയേഴ്സ് വെർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അവൻ്റെ കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇതൊക്കെ ഏത് റൈസ്ത്തെ സെൻറ്റൻസസ് ആണ് ഗിവൺ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇസ് ദിസ്, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രിഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസസ് ഗിവൺ അബവ്. നമ്മൾ മുകളിൽ കുറച്ച് സെൻറ്റൻസസ് വായിച്ചു അല്ലേ, കണ്ടില്ലേ? ഈ സെൻറ്റൻസസിലെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും ഡിവൈഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇനി അത്
മനസ്സിലാകാത്തവരോ ഓർമ്മയില്ലാത്തവർക്കോ വേണ്ടിയിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ഓർ ഹും ദ സെൻറ്റൻസ് ഈസ് എബൌട്ട്. ഈ പറയുന്ന സബ്ജക്റ്റ് ഈ പറയുന്ന സെൻറ്റൻസ് ആരാണോ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ പറ്റിയാണോ പറയുന്നത് അവിടുത്തെ മെയിൻ വസ്തുവാണ് എന്ത്? സബ്ജക്റ്റ്. ഓക്കെ. ദെൻ പ്രെഡിക്കേറ്റ് മീൻസ് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതാണ് എന്ത്? പ്രെഡിക്കേറ്റ്. ക്ലിയർ അല്ലേ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് തന്നിട്ടുണ്ട്. അവിടെ സബ്ജക്റ്റ് ലൈഫാണ്. കാരണം ലൈഫിനെ കുറിച്ചാണ്, ആരെക്കുറിച്ചാണോ, എന്ത് വസ്തുവാണോ, ആ വ്യക്തിയാണോ, ആരെക്കുറിച്ചാണ് ആ സെന്റൻസ് പറയുന്നത്, അതാണ് എന്ത്? സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. അപ്പൊ എന്താണ്? ലൈഫാണ് ഇവിടെ സബ്ജക്റ്റ്. ലൈഫിനെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് ഈസ് ലൈഫ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഈ ലൈഫിനെ പറ്റി വേറെ എന്തൊക്കെയാ പറയുന്നുണ്ട്? ആ ലൈഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത്? പ്രെഡിക്കേറ്റ്. ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ക്ലിയർ? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്നത്? എ ട്രെയിനിങ് സ്കൂൾ. ട്രെയിനിങ് സ്കൂളിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്തായിരിക്കും? എ ട്രെയിനിങ് സ്കൂൾ. അപ്പൊ എഴുതുക സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെ അവിടെ. അപ്പൊ എഴുതുക സബ്ജക്റ്റിന്റെ അവിടെ എ ട്രെയിനിങ് സ്കൂൾ ഈസ് ദ സബ്ജക്ട്. ഓക്കെ. ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച് വേറെ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? അതാണ് പ്രെഡിക്കേറ്റ്. എന്താ പറയുന്നത്? ഈസ് വെരി എക്സ്പെൻസീവ്. ഭയങ്കര പണച്ചെലവുള്ളതാണ്. അപ്പോൾ അതാണ് എന്ത്? പ്രെഡിക്കേറ്റ്. ഈ ട്രെയിനിങ് സ്കൂളായ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് എന്ത്? പ്രെഡിക്കേറ്റ്. അതായത് അത് എക്സ്പെൻസീവ് ആണ്. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഒരു എസ് എക്സ്ട്രാ കൊടുക്കല്. ശ്രദ്ധിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചൈൽഡിന്റെ പ്ലൂറൽ ഫോമാണ് ചിൽഡ്രൻ. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എസ് ആഫ്റ്റർ ചിൽഡ്രൻ. ഓക്കെ. ചിൽഡ്രൻ എഴുതിയതിനു ശേഷം എസിന്റെ ആവശ്യമില്ല. ചൈൽഡ് ആണ് സിംഗുലർ ഫോം, അതിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ത്? ചിൽഡ്രൻ. പലരും തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. ഓക്കെ. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആരെ കുറിച്ചാണ് പറയുന്നത്? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, നിന്റെ ഏജിലുള്ള, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് ആരായിരിക്കും? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് അല്ലേ? ആർ കോമ്പീറ്റിംഗ് ദർ, അതായിരിക്കും എന്ത്? പ്രെഡിക്കേറ്റ്. അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നത്? അതാണ് സബ്ജക്റ്റ്. ഇവിടെ നിന്റെ വയസ്സിലുള്ള ചിൽഡ്രൻ ആണ് പറയുന്നത്. അപ്പൊ എന്താണ്? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് വിൽ ബി ദ സബ്ജക്ട് ആൻഡ് ദ റിമൈനിങ് വാട്ട് ടോക്സ് അബൌട്ട് ദ സബ്ജക്ട് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ് ആൻഡ് ദ കോമ്പീറ്റിംഗ് ദർ വിൽ ബി ദ പ്രെഡിക്കേറ്റ്. ഷുവർ? ഓക്കെ. ഫോർത്ത് വൺ, tears were rolling down his cheeks. കണ്ണുനീര് അവന്റെ ചീക്കിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താ? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കണ്ണുനീരല്ലേ? tears will be subject. Clear? were rolling down his cheek will be predicate. ഓക്കെ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും പ്രെഡിക്കേറ്റ് എന്താണെന്നതും ക്ലിയർ ആയി. ഒരു സെന്റൻസ് തന്നാൽ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ്, ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസമാകും. സിമ്പിളാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസിൽ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ കുറിച്ചാവും പറയാം. അതെന്താണോ അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇനി ആ സബ്ജക്റ്റിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? അരുൺ ഈസ് പ്ലേയിങ്. അരുൺ ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് വ്യക്തിയാണ്. ആ വ്യക്തി എന്തോ ചെയ്യുന്നുണ്ട്, അത് പറയുന്നതാണ് എന്ത്? പ്രെഡിക്കേറ്റ്. ഈസ് പ്ലേയിങ് ആണ് പ്രെഡിക്കേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക നിങ്ങളുടെ ടെക്സ്റ്റിൽ. ക്ലിയർ? ഓക്കെ. ദ നെക്സ്റ്റ് ടാസ്ക്, ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ച് ഇൻ വേർബ്സ് അക്കോർഡിംഗ് ടു ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ഓഫ് ദ സെന്റൻസസ്? ഹൗ ഡു ദേ വേരി? നിങ്ങളോട് പറയുന്നത് ഈ സെന്റൻസ് മേലെ പഠിച്ചല്ലോ, ആ സെന്റൻസിൽ സിംഗുലറും പ്ലൂറലും ആവുമ്പോൾ അതിൻ്റെ വേർബിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്.
ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ ഒന്നും കൂടി നോട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരും ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ബേസ് ക്ലിയർ ആയാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസിലെ ലൈഫ് സബ്ജക്റ്റ് ആണ്, അവിടെ വെർബ് യൂസ് ചെയ്തിട്ടുള്ളത് ഈസ്. ഓക്കെ, ഈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈഫ് എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പോൾ വെർബ് എന്ത് യൂസ് ചെയ്തു? ഈസ് ആയ സിംഗുലർ യൂസ് ചെയ്തു. പ്ലൂറൽ ആണ് എന്താ വരിക നോക്കാം. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. ട്രെയിനിങ് സ്കൂൾ സിംഗുലർ ആണ്, എന്തായിരിക്കും വെർബ്? ഈസ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ്. ചിൽഡ്രൻ പ്ലൂറൽ ആണ്, ഓഫ് യുവർ, അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് എന്താണ്? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്. അവിടുത്തെ വെർബ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? പ്ലൂറൽ ആണ്, ഒന്നിൽ, ബഹുവചനം. സിംഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ബഹുവചനം ഏകവചനം കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, കുറെ കുട്ടികളെ പറ്റിയാ പറയുന്നത്. അപ്പൊ അവിടെ കുറെ കുട്ടികളുണ്ട്, പ്ലൂറൽ ആണ്. അപ്പൊ അവിടെ യൂസ് ചെയ്ത വെർബ് എന്താണ്? ആർ. ഓക്കെ, ആറാണ് ഇവിടുത്തെ യൂസ് ചെയ്ത വെർബ്. അപ്പോൾ ഈസ് പഠിച്ചു, ആർ പഠിച്ചു. സിമ്പിൾ കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ് മാത്രം. ഓക്കെ, ഫോർത്ത് വൺ, ടിയേഴ്സ് വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്ക്. ടിയേഴ്സ് പ്ലൂറൽ ആണ്, പാസ്റ്റ് ആയതുകൊണ്ട് ആറുള്ളത് എന്തായി? വേറായി. പഠിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ വെർബ് വേറ്, ടിയേഴ്സ് സബ്ജക്റ്റ്, വെർബ് വേറ്. ഇതാണ് ഈ ആക്ടിവിറ്റിയിൽ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സ് നോക്കാം. യൂഷ്വലി എ സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വെർബ് വെറാസ് എ പ്ലൂറൽ സബ്ജക്ട് ടേക്സ് എ പ്ലൂറൽ വെർബ്. സിമ്പിൾ കാര്യമാണ്. സിംഗുലർ സബ്ജക്ട്സ് സിംഗുലർ വെർബ് യൂസ് ചെയ്യും. അതായത് സിംഗുലർ ആണ്, ഹി അവനാണ്, ഈസൈക്കാരെ യൂസ് ചെയ്യുക. ഹി ആർ എന്ന് പറയില്ല, കാരണം ആറ് പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാ. ഈ ഹി എന്നുള്ളത് സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ സിംഗുലർ സബ്ജക്റ്റ് യൂസ് ചെയ്യല് സിംഗുലർ വെർബ് ആയിരിക്കും. ദേ എന്ന് പറയണ അവർ, ദേ എന്ന് പറയുമ്പോൾ അവർ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ എന്താണ്? പ്ലൂറൽ യൂസ് ചെയ്യും, ദേ ആർ. അത്രേ ഉള്ളൂ. മേലെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ബോക്സിലാക്കിയെന്നുള്ളൂ. ക്ലിയർ ആയി പഠിച്ചു വെക്കുക. ഓക്കെ, റീഡ് ദ ലൈവ് ഡിസ്ക്രിപ്ഷൻ of the race and underline the singular verbs. സിമ്പിൾ കാര്യമാണ്, ബട്ട് ദിസ് ഈസ് എ ടാസ്ക് ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലൈൻസ് ഒരു കമൻട്രി തന്നിട്ടുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, ലൈവ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിൽ നിങ്ങൾ മേൽ പഠിച്ചതുപോലെ സിംഗുലർ വേർബ്സ് എന്ത് ചെയ്യുക? ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. സിമ്പിൾ ടാസ്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ, ഹിയർ ഈസ് എ പാരഗ്രാഫ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്. Fill in the blanks with the suitable form of verbs. ഒരു റിയാക്ഷൻ, അവിടുത്തെ കാണികളുടെ ഒരു റിയാക്ഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനടുത്ത് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന വെർബ് ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിടാനാണ്. സിമ്പിൾ ടാസ്ക് ആണ്. അപ്പോൾ യു ഹാവ് ടു ഡൺ ബോത്ത് ദീസ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പഠിച്ച് ആ ഇഡിയംസ് പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അർത്ഥങ്ങളൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. Then we studied what is subject and predicate. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ ഓരോ സെൻറ്റൻസും വായിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ നിങ്ങൾ സ്വയമേ വിലയിരുത്തുക അതിൽ സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണെന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് സബ്ജക്റ്റും വെർബും. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യും. ഓക്കെ, ഈ വെർബ്സൊക്കെ നമ്മൾ പഠിക്കും. ഈ വേർബ്സ് ഓക്സിലറി വേർബ്സ് ആണെന്ന് പറയാം, അതൊക്കെ നമുക്ക് നോട്ടായിട്ട് തരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അതേപോലെ ലാസ്റ്റ് നിങ്ങൾക്ക് തന്ന 2 ആക്ടിവിറ്റീസ് ആണ്. ഒന്ന് ആ കമൻട്രി വായിച്ചിട്ട് അല്ലെങ്കിൽ ലൈവ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൽ സബ്ജക്ട്സ് വേർബ് സിംഗുലർ വേർബ്സ് അണ്ടർലൈൻ ചെയ്യുക. പ്ലൂറലും ഉണ്ടാവും സിംഗുലറും ഉണ്ടാവും. അതിൽ സിംഗുലർ വേർബ്സ് അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്. സിമ്പിൾ ടാസ്ക് ആണ്. ആൻഡ് നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സിംഗുലർ വെർബ് കണ്ടുകൊടുത്ത് സിംഗുലർ വെർബ് കൊടുക്കുക, പ്ലൂറൽ വെർബ് കണ്ടുകൊടുത്ത് പ്ലൂറൽ വെർബ് കൊടുക്കുക. ദിസ് ഈസ് ദ task for you. Okay, let's wind up this session and we will meet in the coming sessions. Thank you.